നമസ്കാരം. നാളെ വിഷുവാണല്ലോ. അപ്പോൾ ഈ വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിന്ന് അവൽ വെച്ചിട്ട് നെയ്പായസം തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നെയ്പായസമെന്നോ ശർക്കര പായസമെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വിഷുവിന് ഈ പായസം തന്നെ ആവട്ടെ. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അവലിൻ്റെ അളവിലാണ് ഞാനിവിടെ ശർക്കര പറയുന്നത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 4 അച്ച് ശർക്കര എടുക്കാം. ഇതിനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കണം. കല്ലോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയാണ്. നമുക്കിതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അവൽ അളക്കുന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പച്ചരിയും എടുക്കണം ഇതിനു വേണ്ടി. അപ്പോൾ ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾ അരി അളക്കുന്ന അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് പച്ചരിക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. പച്ചരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ അവലുമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതൊരു ലൈറ്റ് കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഒരുവിധം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർക്കാം. ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റണം. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അവൽ ചേർത്ത് വാർത്തെടുക്കണം. തീ കുറച്ചിട്ടതിന് ശേഷം അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെമ്പ അവലാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള അവൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിത് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഒടിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് പൊടിഞ്ഞു വരുന്ന ഒരു പാകം വരെ നമുക്കിത് വറുത്തെടുക്കണം. ഒരുപാടൊന്നും കളറൊന്നും ചേഞ്ച് ആവണ്ട. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അവലും വറുത്തെടുത്തിട്ടുണ്ട്. അരി ഇപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ട്. അരി പൂർണ്ണമായിട്ടും വേവുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കണം. അരി വെന്ത് കുഴഞ്ഞു പോരുത്. അതുകൊണ്ട് ഒരു പാതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കാം. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നെയ്യ് ചേർക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. എങ്കിലും കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന്. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിയും ശർക്കരയും എല്ലാം കൂടി ഒരുവിധം ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അവൽ ചേർക്കേണ്ടത്. അവൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് അങ്ങ് പൂർണ്ണമായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റണം. അവൽ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കയും കൂടി ചൂടാക്കി പൊടിച്ചത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 2 സ്പൂണോ അല്ലെങ്കിൽ വലിയ സ്പൂണിന് 1 സ്പൂണോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഈ ചുക്കും ജീരകമൊക്കെ ചേർക്കുന്നത് കുറച്ച് കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരവും ഒന്ന് നോക്കുക. അപ്പോൾ മധുരം കുറവായിട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. വിഷു സ്പെഷ്യലായിട്ട് നമ്മളിതാ അവൽ നെയ്പായസം തയ്യാറാക്കി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.